അകാലത്തിൽ പൊലിഞ്ഞ പ്രിയപ്പെട്ടവന് നാടും നാട്ടാരും ചേർന്ന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയേകി ഇടുക്കി നാരാക്കാനം നടുവിലെടുത്ത ജിതിൻ ജോർജിനാണ് നാരാക്കാനം ഗ്രാമം കണ്ണീർ പ്രണാമർപ്പിച്ചത്. ഇന്നലെ ഏറ്റുമാനൂർ പുന്നത്രയിലുണ്ടായ വാഹനാപകടത്തിലാണ് ജിതിൻ മരണപ്പെട്ടത്. ഇടുക്കി നാരകക്കാനം നടുവിലേടത്ത് ജിതിൻ ജോർജിനാണ് നാരകക്കാനം ഗ്രാമം കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയേകിയത്. ജീവൻ രക്ഷിക്കുവാൻ പാഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ടവനെ ഓർത്ത് ഗ്രാമം തേങ്ങുകയായിരുന്നു. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസിലെ നേഴ്സായിരുന്നു ജിതിൻ. ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയിൽ പുന്നപ്ര കവലയിൽ നിയന്ത്രണം നഷ്ടമായ 108 ആംബുലൻസ് കാറിൽ ഇടിച്ചു മറിയുകയായിരുന്നു. അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവർക്കും രോഗികളായ ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ഷിനി തങ്കമ്മ എന്നിവർക്കും പരിക്കേറ്റു. ഇവരെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ മരണപ്പെടുകയായിരുന്നു. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ നേഴ്സ് അവധിയിൽ ആയതിനാൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലെ നേഴ്സായ ജിതിൻ ഒരു ദിവസത്തെ സേവനത്തിനായാണ് ആംബുലൻസിൽ എത്തിയത്. ജിതിന് 2 വയസ്സുള്ളപ്പോഴാണ് 38 വർഷം മുൻപ് പിതാവ് ജോർജും വാഹന അപകടത്തിൽ മരണമടഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ നടുവിലെടുത്ത കുടുംബത്തെ വീണ്ടും ഒരു വാഹന അപകടം കണ്ണീരോർമ്മയായി മാറ്റുകയാണ്. ജോർജ് ഗ്രേസി ദമ്പതിമാരുടെ ഏക മകനായിരുന്നു ജിതിൻ. ജിതിന്റെ ഭാര്യ ആൻസ് കണ്ണൂർ SN കോളേജിലെ അധ്യാപികയുമാണ്. ജോവാനാണ് ഇവരുടെ ഏക മകൾ. ഇന്ന് വൈകിട്ടാണ് നാരകക്കാനം സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിലെ 6 മണ്ണിലേക്ക് അന്ത്യവിശ്രമത്തിനായി ജിതിനെ നാടും നാട്ടാരും ചേർന്ന് കണ്ണീരിൽ കുതിർന്ന യാത്രയയപ്പ് നൽകിയത്. അക്ഷരാർത്ഥത്തിൽ പകരം വന്ന് പകരം വയ്ക്കുവാനില്ലാതെ ജിതിൻ എന്ന ആതുര സേവകൻ ജീവിതത്തിൽ നിന്നു തന്നെ യാത്രയായി. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.